ക്ലോക്കിലെ കുറച്ച് തിയറികളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ക്ലോക്കിൽ 22 എന്ന ആൻസർ വരുന്ന കുറച്ച് തിയറീസ് ആണ് ഇത്. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 22 പ്രാവശ്യം ഒന്നിക്കും. അതേപോലെ ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 22 പ്രാവശ്യം എതിർ ദിശയിൽ വരും. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 22 പ്രാവശ്യം 150 ഡിഗ്രി കോണളവിൽ വരും. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 22 പ്രാവശ്യം 0 ഡിഗ്രി കോണളവിൽ വരും. അതേപോലെ 44 എന്ന് ആൻസർ വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 44 പ്രാവശ്യം നേർരേഖയിൽ വരും. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 44 പ്രാവശ്യം 90 ഡിഗ്രി കോണളവ് കാണിക്കും. അതേപോലെ ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ദിവസത്തിൽ 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ഒരു ദിവസം 4 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ഇനി നമുക്ക് കുറച്ച് ക്ലോക്കിൽ സ്ഥിരമായി കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഈ ക്ലോക്കിൽ നമ്മളോട് പ്രതിബിംബം കാണാൻ പറയും. നമ്മൾ പ്രതിബിംബം കാണുമ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സമയം 11-ൽ കൂടുതലാണോ 11-ൽ കുറവാണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ 11-ൽ കുറവായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. സമയം 7:15 കണ്ണാടിയിലെ പ്രതിബിംബം കാണുക. നമുക്ക് തന്നിരിക്കുന്ന സമയം 11-ൽ താഴെയുള്ള നമ്പറാണ്. 11-ൽ താഴെയുള്ള നമ്പറാണെങ്കിൽ നമ്മൾ 11:60 എന്ന സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യാം, 7:15 കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രതിബിംബം കിട്ടും. നമ്മൾ സാധാ കുറയ്ക്കുന്ന പോലെ തന്നെ 5 പോയാൽ 5, 11 പോയാൽ 4, 11-ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 4. നമ്മളെ ആൻസർ 4:45. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സമയം 7:30 കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? നമുക്ക് തന്നിരിക്കുന്ന സമയം 11-ൽ താഴെയാണ്. അപ്പം നമ്മൾ 11:60 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. 60-30 കുറച്ചാൽ 30, 7-11 കുറച്ച് നമ്മളെ സമയം പ്രതിബിംബം 4:30. സമയം 9:30 കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? നമുക്ക് തന്നിരിക്കുന്ന 11 മണിയിൽ കുറഞ്ഞ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ 11:60 നിന്ന് 9:30 കുറയ്ക്കുക. 30, 9, 2, 11. നമുക്ക് ആൻസർ പ്രതിബിംബം 2:30 ആയിരിക്കും. ഇനി നമുക്ക് തരുന്ന സമയം 11-ൽ കൂടുതലാണെങ്കിൽ പ്രതിബിംബം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സമയം 11:40 കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? 11:40 11-ൽ കൂടുതലാണ്. നമ്മൾ 23:60 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സമയം കുറയ്ക്കണം. 60-ൽ നിന്ന് 40 പോയാൽ 20, 2, 1. നമ്മളെ ആൻസർ 12:20. സമയം 12:10 കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? 23:60 നിന്നും 12:10 കുറയ്ക്കുക. 60-ന് 10 പോയാൽ 50, 3, 2 വർഷം 1, 1. നമ്മുടെ ആൻസർ 11:50. നമുക്ക് അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിലെ ഒരു സമയം തന്നിട്ട് ഇതിൻ്റെ കോണളവ് കാണാം. ഇതാണ് നമ്മളെ ക്ലോക്ക്. ഈ ക്ലോക്ക് 360 ഡിഗ്രിയാണ് ആകെയുള്ളത്. ഇത് ഞാൻ വീണ്ടും 4 ഭാഗങ്ങളാക്കി. അപ്പോൾ ഓരോ ഭാഗവും 90 ഡിഗ്രി. ഇനി ഈ ഒരു ഭാഗത്തിനെ ഞാൻ ഈക്വലായിട്ട് 3ആയിട്ട് കട്ട് ചെയ്തു. 3ആയിട്ട് കട്ട് ചെയ്താൽ ഓരോ ഭാഗവും 30 ഡിഗ്രിയാണ് ഉണ്ടാവുക. നോക്കൂ, ഇതാണ് നമ്മളെ സമയം. 1, 2,
3 4 5 6. നമ്മൾ ഓരോ 90-നെ നമ്മളിങ്ങനെ ഈക്വലായിട്ടാണ് 3 എണ്ണമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ നമ്പറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ 12 തൊട്ട് 1 വരെ ഉണ്ട്. നമുക്ക് ടോട്ടൽ നമുക്ക് 30 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. പിന്നെ ഇതിനെ വീണ്ടും നമ്മൾ 5 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഡിവിഷനും 6 ഡിഗ്രി ആയിരിക്കും. ഓരോ ഡിവിഷനും 6 ഡിഗ്രി. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി ആയിരിക്കും. 1 മിനിറ്റിൻ്റെ ഇടയിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി. ഇനി കോണളവുകൾ കാണുന്നുള്ള ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നോക്കാം.